ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. പാലിയക്കര ടോളിൽ വൻ ഗതാഗതക്കുരുക്ക്. ദേശീയപാതയിൽ 1 കിലോമീറ്ററോളം വാഹനനിര നീണ്ടു. ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കുരുക്കിൽ അകപ്പെട്ടു. അരമണിക്കൂറിലേറെ സമയമെടുത്താണ് വാഹനങ്ങൾ ടോൾ പ്ലാസ കടന്നത്. ഇതിനിടെ വരിയിൽ നിന്ന് വലഞ്ഞ യാത്രക്കാരും ടോൾ അധികൃതരും തമ്മിൽ പലതവണ തർക്കം നടന്നു. ടോൾ പ്ലാസയിൽ ഇത്രയും തിരക്ക് വരാനുള്ള കാരണം, അതായത് നമ്മുടെ ഈ പോലീസുകാരായാലും ശരി, ഇവിടുത്തെ ഉദ്യോഗസ്ഥരായാലും ശരി, അവരൊത്താശയോട് കൂടിയിട്ടാണ് ഈ പറഞ്ഞ പോലെ ടോളുകാരും അധികൃതരും കൂടിയിട്ട് ഈ കണ്ട ജനങ്ങളെ മൊത്തം ഇവിടെ ബ്ലോക്ക് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെന്തായാലും എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാവണം. പലതവണ പോലീസുകാർക്കായാലും കളക്ടറുടെ ഓഫീസിലേക്കായാലും പലതവണ പരാതി പോയിട്ടുള്ളതാണ്. ഈ പറഞ്ഞ തിരക്കുകളും കാര്യങ്ങളും ഒഴിവാക്കണം. ഈ പറഞ്ഞ പോലെ ക്രിസ്മസ്, വിഷു, ഓണം എന്നുള്ള സമയത്താണ് കൂടുതൽ തിരക്ക് വേണ്ടത്. അപ്പോൾ പരമാവധി ഇത് ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ മുൻകൂട്ടി പരാതികളും കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ കളക്ടർ ഓഫീസിലേക്കും അതുപോലെ പോലീസുകാർക്കും അയച്ചിട്ടുള്ളതാണ്. എന്നിട്ടാണ് ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ടോളുകാരുടെ ഈ ഗുണ്ടായുസം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ജെറുസലേം ധ്യാന കേന്ദ്രം കടന്നും പുതുക്കാട് സ്റ്റാൻഡ് വരെയും ഇരുവശങ്ങളിലായി വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു. ടോൾ ബൂത്തുകളിൽ ഫാസ്ടാഗ് വേഗത്തിൽ സ്കാൻ ചെയ്യാത്തതാണ് തിരക്കിന് കാരണമെന്നാണ് പറയുന്നത്. ഇത്രയേറെ തിരക്കേറിയിട്ടും ടോൾ ബൂത്തുകൾ തുറന്ന് വാഹനങ്ങൾ കടത്തിവിട്ട് തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് ഇടപെടാത്തത് യാത്രക്കാരിൽ പ്രതിഷേധത്തിനിടയാക്കി. വൈകിട്ട് 5 മണി മുതൽ തുടങ്ങിയ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ടോൾ അധികൃതരും നടപടിയെടുത്തില്ല. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ.